അത് ഉമ്മ ഞങ്ങളിവിടെ പോണ്ടിച്ചേരിയിൽ ആദ്യം ഇവിടെ കാണാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ടല്ലേ? ഇവിടെ കാണാനൊന്നുമില്ല. ആകെ കടൽപ്പാലുണ്ട്, ടച്ച് കോളനി ഉണ്ട്, വേറൊരു സാധനം. அது போது சார், அதெல்லாம் നമുക്ക് பார்க்கணும். நீங்க எப்ப ഫ്രീ? എന്റെ കാര്യമൊന്നും പറയണ്ട മോനെ, ഇവിടെ നിന്ന് തിരിയാൻ നേരില്ല. ഞങ്ങൾ ഏതായാലും 1-2 മാസം ഇവിടെ കാണും. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അല്ല നീ എന്തോ ഉദ്ദേശിച്ചേ? കുട്ടികൾ കളേഴ്സ് യു നോ. ഒരു കളക്ഷൻ. ഇവളുമാരൊന്നും കുളിക്കൂല, നനയ്ക്കൂല, ഒരു വായിക്ക് കൊള്ളില്ല, കൂറകളാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ചൂട്, ഇവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല മോനെ. നാട്ടിലുണ്ടല്ലോ ഇതിനേല് കച്ചറ ചൂടാണ്. നീ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒന്നല്ല, കൊറേ ദൂരെയാണ്. ഒരു ബസ് പോലും ഇല്ല, നടന്നു പോണം. ബഹുത് കഷ്ടപ്പെട്ട ആദ്മി ഹൈ കേട്ടാ. ഞാൻ ഇവലെ ഗോവയിലും ജോലി കിട്ടും നോക്കണം. ഗോവയ്ക്ക് പോയാ നമുക്ക് പോവാം. അടിപൊളി സ്ഥലമാണ്, ഞാൻ പോയിട്ടുണ്ട്. നേരെ ഇരിക്കേ. ഇവനാണ് അമീർ. நீ சொன்ன மாதிரியே நான் கொடுக்க வேண்டியது கரெக்டாக கொடுத்துட்டேன். கிடைக்க வேண்டியது கிடைச்சதுக்கு அப்புறம் தேவையில்லாம இப்போ நீ தான் குழப்பிக்கிட்டு இருக்க. அமீர், நான் எந்த டீல்லையும் கரெக்டா இருப்பேன். நீ சொன்ன அமௌண்ட்டை கொஞ்சம் கூட நெகோஷியேட் பண்ணாம நான் கொடுத்துட்டேன். ஏன்னா நான் மேன் ஆஃப் வேர்ட். டீல் முடிச்சு காசு வாங்கி போனவன் நீ. இப்போ பிரச்சனை பண்ண வந்துட்டேன்னா எனக்கு இன்னும் ஒரு முகம் இருக்கு. யார் காசு வாங்கினா? நீ கார்லேருந்து இறங்குற வரைக்கும் நான் பார்த்துருக்கேன். அது இல்லாமல் போலீஸ்கிட்ட இன்ஃபார்ம் பண்ணி தேவையில்லாம நீ தான் பிரச்சனை பண்ணிட்டு இருக்க. ஏய், யாரை பார்த்து என்ன பேசுற? தேவையில்லாம பேசுனா நீங்க இந்த உயிரோட கிளம்ப மாட்டேன். പാക്കരെന്ന് പറഞ്ഞ ചുമ്മാ കാശ് അവന് തന്നെ കിട്ടിയിട്ടുള്ളത്. അല്ലേലും അതൊന്നും ആലോചിച്ച് പാസ്പിസ്റ്റ് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു തരുന്ന ഡയലോഗ് അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. മനുഷ്യോഗമുള്ള ഇവിടെ ആകെ 2-3 മതമാര്. എടാ നമുക്കൊല്ല ഫുഡ് കഴിച്ചാലോ? ഫുഡ് 2 മാസം എങ്ങനെ പിടിച്ചിരിക്കാനാ? ഓമനക്കുട്ട, നിന്റെ അച്ഛനോട് പറഞ്ഞു ഞാൻ കുറച്ച് കാശ് അയച്ചിട്ടില്ലേ? അതിലും പേര് കടലിൽ ചാടി ചാവൂ. എടാ, ആ പെണ്ണിന് എന്തോ ഒരു വൈഷമ്യം ഉണ്ടായിരുന്നു. ഏതുകൊണ്ട്? പബ്ബിലെ ഡാൻസറോ? അയ്യടാ, ആ അമ്മച്ചി നീ അങ്ങ് വെച്ചോ. ആ ബീച്ചിൽ കണ്ട കുട്ടി. അയ്യേ, അവളാ? എന്താ? ഐ തിങ്ക് ലവ് ഫെയിലിയർ. ഓടാ, ലവ് ഫെയിലിയർ ഒന്നുമല്ല, വേറെന്തോ വൈഷമ്യം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. നിന്റെ മോന്ത ഉണ്ടായിരുന്ന പെണ്ണ് അതായിരിക്കും. പബ്ബില് തന്നെ പണി. അമ്മാരെ ഗിറ്റാറിസ്റ്റ് എവിടെ? അവനത് നോക്കി നാട് കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. വല്ല മതാവന്മാരെയും മണപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും. ഞാൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ ബാറുകളിലും പാടിയിട്ടുണ്ട്.
ഞാൻ നിങ്ങളുടെ പബ്ബിൽ പ്രോഗ്രാം കണ്ടിരുന്നു. ആ കുട്ടി അത്ര പോരല്ലോ. സോ ഇഫ് യു ക്യാൻ ഗെറ്റ് മീ എ ചാൻസ് ടു സിംഗ്, ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ഇംപ്രസീവ് ഫോർ യു ആൻഡ് മീ. ലുക്ക് മിസ്റ്റർ ഗൗതം. கௌதம், இப்போ எங்க டீம்ல வேகன்சி இல்ல. இஃப் சம்திங் கம்ஸ் ஐ வில் டெல் மிஸ்டர் உமன். உமன் கிட்ட சொல்றேன். உம்மங்கிட்ட சொல்ல வேண்டாம். ஐ வில் கம் அண்ட் என்கொயர் ரெகுலர்லி. காஃபி? ഉമ്മങ്ങിட்ட சொல்றேன். ഞാൻ എങ്ങനെയൊന്നും വിടില്ല മോളെ. അതെ, നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കണേ. വണ്ടിക്കോ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടെ. നന്നായിരിക്കും. നീ തലയെ ചുമന്നുകൊണ്ടൊന്നു മതി. എടാ എന്റെ വല്യപ്പൂപ്പന്റെ കാലത്തുള്ള വണ്ടിയാണ്. അതും കൊണ്ട് ഈ വഴി ചുറ്റി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലങ്ങ് നടന്നെത്താം. അല്ലെങ്കിൽ നീ എന്റെ വണ്ടി ഓടിക്കണ്ട. എന്താണ് നിന്റെ ഓടിക്കൽ അത്ര ശരിയല്ല. ആടാ, എന്റെ ഓടിക്കലിനുള്ള കുഴപ്പം. മറ്റേത് പരസ്യം കഴിഞ്ഞ് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചല്ല പത്മിനി. എന്താടാ കുഴപ്പം? അത് ഓടിച്ചല്ലേ ഇവിടം വരെ എത്തിയത്. ആ ദേ എത്തി. കുറച്ച് തള്ളേണ്ടി വന്നില്ലുള്ളൂ. കാര്യമൊക്കെയാണെങ്കിൽ ഗംഭീര അതെ സെറ്റപ്പ്. അതെ, കലക്കി. നല്ല ശാലയാണ് ശാല. എന്നാലും ഇതിന്റെ ഇടയ്ക്ക് ആ ഊള എവിടെ നിന്ന് കയറി എന്നുള്ളതാ. ആ, ഉമ്മന മറ്റേ മച്ചാൻ. നീ നിന്റെ മറ്റോമാരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി തന്നെ ഇല്ലാതെ കളയാന്ന് വിചാരിച്ചോടി. വരാന്ന് പറഞ്ഞിട്ട് കാലം കുറെ അടി മോളെ ഞാൻ ഹായ്. പോണ്ടിച്ചേരിയിലെ കയ്യിലെത്താൻ തുടങ്ങിയിട്ട് I just done my duty. That's it. ഇനി കംപ്ലൈന്റ് ചെയ്യുമ്പോ ഇതും കൂടി ചെന്ന് പറഞ്ഞു കൊടുക്കടി. ഇവന് തന്നെയാണ് പണി. Leave me. പെൺപിള്ളേരുടെ കൈ കയറി പിടിക്കല്. നിന്റെ കുഞ്ഞമ്മേ. വേണ്ട ഇവിടെ എടുത്തിരിക്കും. എന്താടി നീ പണ്ട് ചെയ്ത ഡാർക്ക് സീനൊക്കെ എനിക്ക് നന്നായി അറിയാട്ടാ. വെറുതെ തന്നെ കൊണ്ടൊന്നും തുറപ്പിക്കില്ല മോളെ. ജോലി ചെയ്യാൻ വന്ന ജോലി ചെയ്തിട്ട് പോറണ്ട. സോറി അല്ലേ, കുറച്ച് ലേറ്റ് ആയി. അതെ, ഇവിടെ ആകെ സീനാണ്, കണ്ടില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ, ഞാൻ കൊണ്ടുവരാം. ഫ്രീക്കൻ മലയാളി. ഫ്രീക്കൻ இனிமே மேகனாவை டிஸ்டர்ப் பண்ண എടാ എന്റെ കാറ്. ഉദ്ദേശിക്കുന്ന പോലെ പബ്ബിന്റെയും റിസോർട്ടിന്റെയും മാനേജർ മാത്രമല്ല മേഘന, അവളാണ് അതിന്റെ ഓൾ ഇൻ ഓള്. പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ. എന്ത് താല്പര്യം? നിന്റെ താല്പര്യമൊക്കെ തന്നെ. അല്ല, ആരേ ബോസ്? ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെയും പബ്ബിന്റെയും ഒക്കെ ഓണറാണ്. ഞാൻ തന്നെ അയാളെ ആകെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. കുറെ ഇല്ലീഗൽ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പാണ് അയാൾ. അവിടെ മാനേജർ ക്യാബിൻ വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഘനയ്ക്ക് മാത്രമാണ്. അപ്പോൾ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട, അവളെ വിട്ടുപിടിച്ചേ കേട്ടാ. അല്ല, അതിനകത്ത് നിധി വല്ലോ ആണോ? അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ, ബാങ്കാ? ലോക്കറൊക്കെ. ലോക്കറാ? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ളൊരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ, നിന്റെ ഊഹം ശരി. ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള ലൈറ്റ് ഒക്കെ ഉള്ള ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കോറിഡോർ പോലുള്ള സെറ്റപ്പാണ് അത്. എന്നാലും നീ ഇത്ര സെറ്റപ്പ് ബാറിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഊള സെറ്റപ്പിൽ കൊണ്ടൊന്നും അത്ര രസകരമായില്ല. വെരി ബാഡ് പെർഫോമൻസ്. നിനക്ക് അവളെ വായി നോക്കാനല്ലേ. ഇടാ ഒരു ദർശന സുഖം. അവിടെ 250 രൂപ കൊടുത്ത് മേടിക്കണം സാധനം ഇവിടെ 50 രൂപ കിട്ടും. പിന്നെ എന്തിനാ വെറുതെ കാശ് കളയണേ? ചാത്തൻ സാധനമാണത്. ഏയ് സെയിം സാധനമാണ്. അതെ, ഇന്ന് എനിക്ക് നൈറ്റ് ആണ്, ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ ഇപ്പൊ. അപ്പൊ ഞങ്ങൾ നാളെ വരാം. ഓ ശരി നമ്മുടെ ശരി. പരിപാടിക്ക് പൈസ കൊടുത്തേക്കണേ. ഓ ശല്യം തന്നെ കേട്ടാ. നമുക്ക് ഓരോ പേരോട് പറയാല്ലേ. മിണ്ടായിരുന്നോണം. ആകെയുള്ള കാശും കൂടി തീർന്ന് പണി പാടും. എന്റെ അരഞ്ഞാനും മറ്റേ കാശല്ലേ, എനിക്ക് കുടിക്കണം. ആ കാശിന് കുറച്ച് വിഷം കൂടെ വാങ്ങിക്കുവോ? അവന്റെ അരഞ്ഞാണം, അവന്റെ ഗിറ്റാറ്, നമ്മുടെ ക്ലോസറ്റ്, ബാപ്റ്റിസ്റ്റിന്റെ തല.